പാലക്കാട് എലപ്പുള്ളയിൽ മദ്യോൽപാദനശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച് തുടരുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്നു. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണിത്. അലക്സ് ഷാ മുഹമ്മദും ഷഫീദ് റാവുത്തും വിശദാംശങ്ങൾ നൽകും. അലക്സ്, ആദ്യം 2-3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം നേതാക്കൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണോ? എന്താണ് പുതിയ വിവരങ്ങൾ? തീർച്ചയായും ആ സംഘർഷാവസ്ഥ അങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, രണ്ടാമതൊരു ജലപീരങ്കി വാഹനം വരുൺ കൂടി എത്തിച്ചുകൊണ്ട് ഈ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. 6 റൗണ്ട് ജലപീരങ്കി ഇതിനോടകം പ്രയോഗിച്ചു. പ്രവർത്തകർ അവരുടെ കയ്യിൽ അതുപോലെ ഈ പോലീസ് വാഹനത്തിന് നേരെ വലിച്ചെറിയുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ ാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് കേരളം കണ്ട വലിയ കുംഭകോണങ്ങളിൽ ഒന്നാണ് പാലക്കാട്ടേത്. എന്ത് വില കൊടുത്തും അത് തടയും. ആ മദ്യ കമ്പനി അവിടെ വരാൻ അനുവദിക്കില്ല, അത് യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് കട്ടായം പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ സമരം അടുത്ത ദിവസങ്ങളിൽ ആ പ്രക്ഷോഭം ശക്തിപ്പെടാൻ പോവുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതും യൂത്ത് കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കി. ഇത് ജില്ലാ കമ്മിറ്റി കോൾ ചെയ്ത പരിപാടിയാണ്, നിയമസഭാ മാർച്ചാണ്. ഇനി സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന നിയമസഭാ മാർച്ച് ഈ നിയമസഭാ സെഷനിൽ തന്നെ നടക്കാൻ പോവുകയാണ്. അതായത് സഭയ്ക്കകത്തും പുറത്തും ബ്രൂവറിക്ക് അനുമതി നൽകിയതിനെതിരെ രൂക്ഷമായ പ്രതിഷേധം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സമരത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സകല തട്ടിപ്പുകാർക്കും ഒത്താശ ചെയ്യുന്ന ആളായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മാറി എന്ന വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. ഈ തട്ടിപ്പുകാരുടെ മുഴുവൻ കാവലാളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി. ഈ തട്ടിപ്പുകാരെ എത്തിച്ചു കൊടുക്കുന്ന ഏജന്റായി മന്ത്രി MP രാജേഷ് മാറി എന്നാണ് MP രാജേഷിനെതിരായ വിമർശനം. അതുമാത്രമല്ല, MP രാജേഷിനെതിരെ രൂക്ഷമായ ഭാഷയിൽ അവർ പറയുന്നത് ഈ അഴിമതി ആണ് ഇതിന് പിന്നിൽ, പണം വാങ്ങിയാണ് ഈ കമ്പനിക്ക് അനുമതി കൊടുത്തത് എന്ന് പറയുന്നു. ഈ മദ്യശാല അല്ലെങ്കിൽ ഈ മദ്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ കേസുകളുണ്ട്. അത് ദില്ലിയിലടക്കം മദ്യനയവുമായി ബന്ധപ്പെട്ട കേസുള്ള കമ്പനിയാണ്, മറ്റ് സംസ്ഥാനങ്ങളിലും കേസുള്ള കമ്പനിയാണ്. ആ കമ്പനിയെ കൊണ്ടുവന്നതിന് പിന്നിൽ അഴിമതി മാത്രമാണ്, അത് പണം മാത്രമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ആ സമരം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത് ഇപ്പോഴും പ്രവർത്തകർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു വശത്ത്, അതായത് നിയമസഭയിലേക്ക് എത്തുന്ന റോഡിൽ തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഈ മാർച്ച് തടഞ്ഞിരുന്നു. ആ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം വന്ന ഘട്ടത്തിൽ മുതൽ മാർച്ച് അവിടെ എത്തി പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് നീങ്ങാൻ തുടർച്ചയായി ശ്രമിക്കുകയാണ്. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, പിരിഞ്ഞു പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും ഇപ്പോഴും അവിടെ സംഘടിച്ച് തന്നെ നിൽക്കുകയാണ്. അവരെ പിരിച്ചുവിടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ബാരിക്കേഡ് ഭേദിക്കാൻ, അത് മറിച്ചിടാൻ പോലീസ് പ്രവർത്തകർ ശ്രമിക്കുന്നു. പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഇതാ വീണ്ടും ജലപീരങ്കി പ്രയോഗം. നേരത്തെ ഈ മാർച്ച് അവിടെ എത്തിയ സമയത്ത് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് നേതാക്കൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. അതിനുശേഷം വീണ്ടും മാർച്ച് മുന്നോട്ട് നീങ്ങി. ആ ഘട്ടത്തിൽ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ഇത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചാണ്, നിയമസഭാ മാർച്ചാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയം വളരെ സജീവ ചർച്ചയാക്കി നിയമസഭാ സമ്മേളനം ആകെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം തീരുമാനിച്ചു എന്നതിൻ്റെ കൂടി സൂചനയാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നാളെ ഒരുപക്ഷെ സഭാ തലത്തിൽ ഇത് കൂടുതൽ സജീവ ചർച്ചയാക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം പരിഹസിച്ചത് ഇങ്ങനെയാണ്: ഒയാസിസ് കമ്പനി തന്നെയാണ് ബ്രൂവറി അനുകൂല ഉത്തരവ് സർക്കാരിന് വേണ്ടി ഇറക്കിയത് എന്നൊരു പരിഹാസം കൂടി സഭയിൽ നിന്ന് തിരുവഞ്ചൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന തുടർച്ചയായി പ്രവർത്തകർ ഈ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിക്കുകയും പോലീസ് അവരെ തടയുകയും ചെയ്യുന്നതാണ്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവർ അവിടെ ഉണ്ട്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും 6-7 റൗണ്ട് പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. പോലീസ് തൽക്കാലം ഇപ്പോൾ ജലപീരങ്കി പ്രയോഗവും അവസാനിപ്പിച്ചിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. നിയമസഭയ്ക്ക് മുന്നിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അജീഷ്, പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല, തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് നീങ്ങാൻ പ്രവർത്തകർ ഇപ്പോഴും ശ്രമിക്കുകയാണ്, അല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പോലീസ് പലതവണ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ യൂത്ത് കോൺഗ്രസിന്റെ
പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല. ഇതിപ്പോൾ പലതവണയായി ജലപീരങ്കി പ്രയോഗിച്ചു. ആദ്യം ഈ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നിയമസഭാ കവാടത്തിലേക്ക് മുന്നിലേക്ക് വന്ന സമയത്തും ആദ്യം ഒരു ഒരു സംഘർഷം ഉണ്ടായിരുന്നു. ആ സമയത്തും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അതിനുശേഷമാണ് വീണ്ടും പ്രതിഷേധം കനത്തത്. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ പലതവണ ശ്രമിച്ചു. അതിന്റെ ഒരു വശത്തുകൂടി ഉള്ളിലേക്ക് കടക്കാനും പ്രവർത്തകർ ശ്രമിച്ചു. പക്ഷേ ഇതെല്ലാം പോലീസ് തടയുന്നുണ്ടായിരുന്നു. എന്തായാലും പ്രധാനമായും ഇത്രയും ദിവസം സജീവമായി നിന്ന വിഷയം, അതായത് പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി പാന്റിന് അനുമതി നൽകിയ ആ ഉത്തരവ് പ്രസ്താവനകളിലൂടെയും വാർത്താ സമ്മേളനങ്ങളിലൂടെയായിരുന്നു ഇത്രയും ദിവസം സജീവമായി നിന്നെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം ശക്തമാക്കി വിഷയം ാണ് ഇവിടെ അതിന്റെ ആദ്യഘട്ട ാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. നിയമസഭ തുടങ്ങി 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരം നിയമസഭയ്ക്ക് മുന്നിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടത്തുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഈ സമരം. ഇവിടെ ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടൽ, അതായത് പോലീസ് ജലപീരങ്കി പലതവണയായി പ്രയോഗിച്ചിട്ടും പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല. അവർ ബാരിക്കേഡിന് തൊട്ടു താഴെ നിന്ന് മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധിക്കുകയാണ്. കുറച്ചു മുമ്പ് സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ